ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ്. 1 ഗ്ലാസ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ്സിന് വേണമെങ്കിലും അളന്നെടുക്കാം. ഞാൻ 1 ഗ്ലാസ് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എടുത്ത ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ പുട്ട് നനയ്ക്കാൻ എടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചെടുക്കാം. കുറേശ്ശെയായി ഒഴിച്ച് നനച്ചെടുക്കണം. ഒരുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. ഓരോ പ്രാവശ്യം ഇളക്കി ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം അത് കട്ടകളില്ലാതെ ഉടഞ്ഞു കിട്ടും. ഞാനിത് 2 പേർക്കുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറവെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവരവരുടെ ആൾക്കാരുടെ എണ്ണത്തിൻ്റെ അനുസരിച്ച് പുട്ടുപൊടി എടുക്കുന്നതും കൂട്ടി കൊടുക്കണം. ഒക്കെ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചൊരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. ഇത്രയും കളർ കൂട്ടിയിട്ടാലെന്താ? ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലൊരു പിടി തേങ്ങ ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് നമ്മുടെ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് തരും. നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാനിവിടെ ഒരു ചെറിയ കുക്കർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പം ചിരട്ടപ്പുട്ടാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം കുക്കർ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പുട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലൊരു ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചില്ലിട്ട് കൊടുത്ത് ആദ്യം 1 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം. മാവ് ഫില്ല് ചെയ്യാം. ഒരു ഹാഫ് പോർഷൻ വരെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ കൂടെ എടുക്കുക. നടുവിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും മാവ് ഫില്ല് ചെയ്യുക. തേങ്ങ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കേട്ടോ. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ഒരുപാട് പുട്ടിൽ കിട്ടുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 1-2 സ്പൂണൊക്കെ ചേർക്കാം. വെച്ചിട്ടുണ്ട്. നമുക്കത് അടച്ചിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകും. അതിനകത്തൊരു ചെറിയ ഹോളുണ്ട്. അതിലേക്ക് ഇറക്കി കറക്റ്റ് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കി നോക്കിയാൽ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ കറക്റ്റായിട്ടായിരിക്കുന്ന അർത്ഥം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നല്ലതായിട്ട് ആവി വന്നൊരു 5-7 മിനിറ്റ് വരെ വേവിക്കുക. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുട്ടിന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വന്നു കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പുട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. മതി. ഇനി നമുക്ക് പുട്ട് ഇതിൽ നിന്ന് എടുക്കാം. തീ കുറച്ചിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ആ എടുക്കുന്ന സമയത്ത് കുക്കറിൽ നിന്ന് വരുന്ന ആവി നമ്മുടെ കൈ തട്ടിയിട്ട് പൊള്ളും. അതുകൊണ്ട് തീ സിമ്മിലേക്ക് ഇടുക. ഇത് പയ്യെ എടുക്കുക. ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്ക് മുട്ടക്കറിയോ പഴമോ കടലക്കറിയോ മീൻകറി എന്ത് കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടവർ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയായി കാണുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനകത്ത് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ.